അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ ഈ പരിപാടിയിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനും സ്ഥല MLA-യുമായിട്ടുള്ള പി ഉബൈദുള്ള സാഹിബ്, the most respected, the chief guest, Managing Director, SFGI, Dr. Abdul Subhan, അതുപോലെ ഇവിടെ സന്നിധരായിട്ടുള്ള ഫാൽക്കൺ ഗ്രൂപ്പിൻ്റെ ഏറെ ബഹുമാന്യരായിട്ടുള്ള നമ്മെ സ്വാഗതം ചെയ്ത PCH ഷംസുദ്ദീൻ, ഓൺലൈനിൽ നമ്മോട് സംസാരിക്കുന്ന ഡൽഹി ഡെപ്യൂട്ടി മേയർ ആലെ മുഹമ്മദ് ഇക്ബാൽ, മറ്റിവിടെ സന്നിധരായിട്ടുള്ള നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ വേദിയിലുണ്ട്. ഹസനാജി അടക്കമുള്ള ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റലായി പ്രവർത്തിക്കുന്ന നിരവധി അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ സാഹിബ് അടക്കം ഈ വേദിയിലും സദസ്സിലൊക്കെ സന്നിധരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മുടെ ക്ലീമണ്ടിൽ ഫസൽ സാഹിബ്, നാസർ സാഹിബ് ഒക്കെ ഉണ്ട്. നാഷണൽ എജു കോൺഫറൻസ് എന്ന ഒരു വലിയ സംഗമം ഇന്ന് റോസ് ലോഞ്ചിൽ നടത്തപ്പെടുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയുടെയും അതുപോലെ തന്നെ ഏറെ ആത്മവിശ്വാസവും നൽകുന്ന ഒരു വലിയ കൂട്ടായ്മയാണിത്. അൽഹുദ സയൻസ് അക്കാഡമി കോഡൂരിൽ തുടങ്ങിവെച്ച ഒരു ചെറിയ പ്രസ്ഥാനമാണെങ്കിലും അതിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ദേശീയവും അന്താരാഷ്ട്രവും കടന്നുള്ള മേഖലയിലാണ് അതിൻ്റെ ദീർഘവീക്ഷണം ഉള്ളത് എന്നുള്ളത് നമുക്കൊക്കെ ഏറെ സന്തോഷവും, നമ്മുടെ ഈ ഗ്രാമത്തിൽ ഇത്തരമൊരു സ്ഥാപനം വളരുമ്പോൾ അത് നമ്മുടെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെയും ആഗോളതലത്തിലെയും കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒന്നായി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിനുള്ളത്. പ്രിയപ്പെട്ട ഷംസുദ്ദീൻ സാഹിബ് വളരെ ദീർഘവീക്ഷണമുള്ള ഒരു പണ്ഡിതനാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, ഇവിടെ ഒരുപാട് അതിഥികൾ വന്നിട്ടുണ്ട്, ദേശീയ തലത്തിലൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന പലരുടെയും അതിൽ ഉദാഹരണമാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ സുബ്ഹാൻ. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാൽക്കൺ ഡൽഹി പബ്ലിക് സ്കൂളിന് പോലും സിലബസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ആഴത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ അവർക്കുള്ള സ്വീകാര്യതയും അവർ ചെയ്തതിനുള്ള അംഗീകാരവും നൽകപ്പെട്ടത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അൽഹുദ ഒരു ടെസ്റ്റ് നടത്തി, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി 50 വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ 50 വിദ്യാർത്ഥികളെ പൂർണ്ണമായും ഈ ഫാൽക്കൺ ഗ്രൂപ്പ് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വിവിധ മേഖലകളിൽ, ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള ഒരുപാട് വാതിലുകൾ തുറക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് 4ാം വ്യാവസായിക വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ റോബോട്ടിക്സും AI-യും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പ്രതിഭാശാലികളായിട്ടുള്ള
സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ പ്രാവീണ്യമുള്ള സ്കോളേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ അൽഹുദ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല 5 വർഷത്തെ കോഴ്സ്, 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള 5 വർഷം അവർ എവിടേക്ക് എത്തിച്ചേരണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു കരിയർ ഗൈഡൻസോട് കൂടി വഴികാട്ടിയായിക്കൊണ്ട് അവർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ എവിടേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ധാരണ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നവും നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നു എന്നുള്ളതാണ്. ഞാൻ പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മളൊക്കെ പലപ്പോഴും ഒരുപാട് സംവിധാനങ്ങളും റിസോഴ്സുകളൊക്കെ നമുക്കുള്ളപ്പോൾ അതൊക്കെ നമ്മൾ ആഘോഷിക്കുകയും അല്ലെങ്കിൽ അത് തർക്കമേഖലയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തുകൊണ്ട് വിവാദങ്ങളാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ വളരെ നിശബ്ദമായി ഓരോ ഇൻഡിവിജ്വലിനെയും എവിടേക്ക് എത്തിക്കാം എന്നതിനെക്കുറിച്ചും അത് സാമൂഹ്യ പുരോഗതിക്ക് നമ്മുടെ വിജ്ഞാനം എങ്ങനെ ഉപകാരപ്രദമാക്കുകയും ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ഈ കാലഘട്ടം നമ്മൾ ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം നമ്മുടെ ഭൂതകാലം അത്തരമൊരു വിജയഗാഥ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ പിന്നീട് ഇസ്ലാം വളർന്നതൊക്കെ തന്നെയും ഇസ്ലാമിൻ്റെ വികാസ ചരിത്രങ്ങളൊക്കെ തന്നെയും വിദ്യാഭ്യാസത്തിന് അതിപ്രാധാന്യം കൊടുത്ത ചരിത്രമാണ് കൊണ്ടിട്ടുള്ളത്. ലോകത്ത് ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരുപാട് മതങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിജ്ഞാനത്തിന് ഇത്രമാത്രം പ്രാധാന്യം നൽകിയ മറ്റൊരു മതമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ വഹിയാണ്. ഖുർആൻ ഏറ്റവും വലിയ വിജ്ഞാനകോശമാണ്. അൽ വഹിയു മസ്തറുൽ മഅരിഫ, റെവലേഷൻ ഈസ് എ സോഴ്സ് ഓഫ് നോളജ്. അള്ളാഹുവിനുള്ള വഹിയും പ്രവാചക ചര്യയിൽ നമുക്ക് കാണിച്ചിട്ടുള്ള പാതയും വമാ യൻതഖുൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, പ്രവാചകൻ ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതൊക്കെ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരമാണ്. അതുകൊണ്ട് തീർച്ചയായും എല്ലാ വിജ്ഞാനത്തിൻ്റെയും ഉറവിടമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വഹിയാണ്. ആ വഹി ആണ് ഖുർആനും. ആ ഖുർആൻ അധിഷ്ഠിതമായി വിശ്വസിച്ചു പോന്ന മുസ്ലിങ്ങൾ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ബെർണാഡ് റസൽ അദ്ദേഹം എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ യൂറോപ്യർക്ക് എങ്ങനെയാണ് സയൻസിനെ മുസ്ലിങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. സ്പെയിനിലേക്ക് മുസ്ലിങ്ങൾ കടന്നു വന്നപ്പോൾ ഒരു കേവലം സൈനികാധിപത്യമായി കടന്നു വന്നതല്ല സ്പെയിനിലേക്ക് മുസ്ലിങ്ങൾ. താരിഖ് ബിൻ സിയാദും കൂട്ടരും ഒരു നാട് കീഴടക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ പോലും കീഴടക്കിയപ്പോൾ അവർ ചെയ്തത് കേവലം ഒരു സൈനികാധിപത്യം എന്നതിനപ്പുറത്തേക്ക് ഒരു വൈജ്ഞാനിക വിപ്ലവം അവിടെ തീർക്കാനാണ് ആ ഭരണകൂടം ശ്രമിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്കിലും ലാറ്റിനിലൊക്കെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് തർജ്ജമ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ജൂത ക്രൈസ്തവ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും ആ ഒരു പ്രോസസ്സിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് സഹവർത്തിത്വം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ലാ കോൺവിവൻസിയ എന്ന് പറഞ്ഞ് ഈ സ്പെയിനിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ നടത്തിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല അവിടെ ഈ അടുത്ത് സ്പെയിനിലേക്ക് പോയപ്പോൾ നമ്മളൊക്കെ കൊർദോബയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ കൊർദോബയിലൊരു മ്യൂസിയമുണ്ട്. ആ മ്യൂസിയത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു വരുന്ന ഒരുപാട് വോയിസുകളും വീഡിയോകളും കാണാൻ സാധിച്ചു. അപ്പോൾ അതിൽ പറയുന്നത് യൂറോപ്യർക്ക് കൃഷി പോലും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കൃഷി എന്നത് ഏറ്റവും അടിസ്ഥാനപരമായി ഏതൊരാൾക്കും ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒന്നാണ്.
പക്ഷെ ആ കാർഷിക മേഖലയിൽ വളരെ ക്രിയാത്മകമായി വ്യത്യസ്തമായ രീതിയിൽ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയും മെഷീനറിയും ഒക്കെ കണ്ടുപിടിച്ച് അത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കാണിച്ചു കൊടുത്തത് മുസ്ലിങ്ങളായിരുന്നു. ദെൻ സ്പെയിൻ ബിഗാൻ ടു സിങ്, സ്പെയിൻ പാടാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായിരുന്നു അവരുടെ അടിസ്ഥാനപരമായ, ഏതൊരു സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരാവശ്യം എന്നത് കൃഷിയാണ്. കാരണം അതാണ് അവരുടെ സർവൈവലിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിജ്ഞാന വിപ്ലവങ്ങൾ വൈജ്ഞാനിക മേഖലയിൽ ഇബ്നു സീനയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇബ്നു സീനയുടെ ദ കാനൻ ഓഫ് മെഡിസിൻ എന്ന തത്വം 5 നൂറ്റാണ്ടുകൾ കാലം യൂറോപ്യർ റെഫറൻസിന് വേണ്ടി പുസ്തകമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അൽ ഖവാരിസ്മിയും അതുപോലെ അൽ ജാബിറും അൽഗോരിതവും ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ എല്ലാ മേഖലയിലും മുസ്ലിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ എവിടെ നിൽക്കുന്നു, മുസ്ലിങ്ങൾ ഇവിടെ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നേരത്തെ കുർദോബയെക്കുറിച്ച് പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമല്ല, ലോകത്തെ ഏറ്റവും മികവുറ്റ മന്ദിരങ്ങൾ, അൽഹംബ്ര പാലസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അൽഹംബ്ര പാലസ് എത്ര ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് മോണമെൻ്റാണ്. എത്ര കണ്ടാലും കൊതി വരാത്ത ഒരു മന്ദിരം. അതിൻ്റെ മനോഹാരിതയല്ല, അതിൻ്റെ ആർക്കിടെക്ചർ, അതിൽ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ വെള്ളത്തിൻ്റെ ശാസ്ത്രം, ദി സയൻസ് ഓഫ് വാട്ടർ, അത് അവിടെ കൊത്തിവെച്ചിട്ടുള്ള കാലിഗ്രാഫികൾ, അവിടെ കൊത്തിവെച്ചിട്ടുള്ള മനോഹരമായ വാസ്തുശില്പികൾ, ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്ന അത്ഭുതങ്ങൾ. അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം, ഗ്രനാഡ എന്ന് പറയുന്ന ആ നഗരത്തിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം പോലും 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും ആവാതെ ഇന്നും മാതൃകാപരമായി നിലനിൽക്കുന്നതാണ്. അവിടുത്തെ മദ്രസ സിസ്റ്റം, അവിടുത്തെ അറബ് ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ കാലഘട്ടത്ത് ഉണ്ടായിരുന്ന വീടുകൾ. കാരണം ആ വീട്ടിലെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഏറ്റവും മനോഹരമായ ലൈബ്രറി എല്ലാ വീടുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വായനയും ദൈക്ഷണികമായ ചിന്തയും സംവാദങ്ങളുമാണ് മനുഷ്യരാശിയെ കൂടുതൽ ദൈക്ഷണികവും അതുപോലെ മികവുറ്റ സമൂഹമായി മാറ്റിയെടുത്തത് എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട MLA ഒക്കെ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് കമ്മീഷനുകൾ, മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കമ്മീഷനുകൾ, മണ്ഡല കമ്മീഷനുകളും അതുപോലെ നരേന്ദ്ര കമ്മീഷനും അതുപോലെ ഇപ്പോൾ സച്ചാർ കമ്മിറ്റി, എല്ലാ കമ്മീഷനും ഉണ്ടെങ്കിൽ കമ്മീഷൻ ഡേ ബൈ ഡേ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ അന്വേഷണവും അതിൽ പ്രതിപാദിക്കുന്ന പരിഹാര മാർഗങ്ങളും അത് കേവലം എഴുതപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രായോഗികമായി അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ധാരണയില്ല. സച്ചാർ കമ്മിറ്റി ഒരുപാട് പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ 4 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസുകൾ തുടങ്ങുക എന്നുള്ളത്. ഇന്ന് ആ പദ്ധതി ഇന്നത്തെ ഗവൺമെൻറ് അവഗണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ ഓഫ് ക്യാമ്പസിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ വരേണ്ട ഒരുപാട് പദ്ധതികൾ അതൊന്നും വരാതെ, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാതെ ഒക്കെ അത് മുടങ്ങിക്കിടക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് നല്ലൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടാകുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മറ്റൊരു ഭരണകൂടം. പക്ഷേ ഭരണകൂടത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പുരോഗതിയെ നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല. അതിന് നമ്മൾ തന്നെ കൂടുതൽ ശരിയായ രീതിയിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ, ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമെന്ന് പറയുന്നത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ മുസ്ലിം രാജ്യങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരിടം എന്ന നിലക്ക് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്നു. ഇവിടെ എല്ലാ വിശ്വാസികൾക്കും പുരോഗതി പ്രാപിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നമുക്കുണ്ട്. നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ,
ഫ്രീഡം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഇതൊക്കെ പലപ്പോഴും ഒരു മതനിരപേക്ഷത രാജ്യത്ത് ഒരു മതവിശ്വാസിക്ക് എത്രത്തോളം പുരോഗമിക്കാൻ കഴിയും, ഇതിനൊക്കെ അവസരങ്ങൾ എവിടെയുണ്ട്. ആ അവസരം നമ്മൾ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാം. ലോകത്ത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇന്ത്യയിലുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്, അതുപോലെ ലോകതലത്തിൽ തന്നെ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി, ഫാത്തിമിയ എന്ന ഭരണകൂടം അന്ന് സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഇന്ന് 1000 വർഷങ്ങൾക്ക് ശേഷവും ലോകത്തൊരുപാട് മേഖലയിൽ, അവിടെ വെറും ശരീഅത്ത് മാത്രമല്ല, അവിടെ സയൻസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, അതുപോലെ മറ്റ് വിദ്യാഭ്യാസ മേഖല, ഇറാഖിലുണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ. അവസാനമായി മലേഷ്യയിലെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിലിൻ്റെ OIC-യുടെ കീഴിൽ ലോക മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി എന്ത് ചെയ്യാനാകും എന്നതിനെക്കുറിച്ച് 77 മക്കയിൽ കൂടിയ ഒരു ആലോചനാ യോഗത്തിന് ശേഷമാണ് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത്. അന്നത്തെ ഡോക്ടർ അബു സുലൈമാൻ എന്ന് പറയുന്ന സൗദി പൗരൻ, അദ്ദേഹമായിരുന്നു ഇനീഷ്യേറ്റീവ് എടുത്തത്. പിന്നീട് അത് പാകിസ്ഥാനിലും പിന്നെ നൈജീരിയയിലും പിന്നീട് അവസാനമായിട്ട് മലേഷ്യയിൽ അവിടുത്തെ ഗവൺമെൻറ് ഇന്നായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരൊക്കെ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ഞാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല, അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും നല്ല ഇൻ്റലക്ച്വലായിട്ടുള്ള സോഷ്യൽ സയൻറ്റിസ്റ്റും എക്കണോമിസ്റ്റുകളും അതുപോലെ ഡോക്ടേഴ്സും ഏറ്റവും നല്ല സയൻറ്റിസ്റ്റുകളായിട്ടുള്ള എൻജിനീയേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു അവിടെ വന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയും നമ്മുടെ കുട്ടികളൊക്കെ വഴി നടത്തുകയും ചെയ്തിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയൊരു ഫിലോസഫിയറായി ലോകത്ത് മാറാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്ത് നടക്കുമ്പോൾ നമുക്കുള്ള ഒരു വലിയ ഒരു പിൻബലം അത് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ വിസ്ഫോടനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ശ്രമമാണ് ഇവിടെ അൽഹുദയുടെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട ശംസുദ്ദീൻ്റെയും സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നമ്മുടെ കോഡൂരിലെ ഗ്രാമത്തിൽ നമ്മൾ തുടങ്ങുമ്പോഴും, ഇന്ന് ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് വിജ്ഞാനത്തിന് ഒരു അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ആവശ്യമില്ല. കാരണം നമ്മളൊക്കെ ഇന്നൊരു വിർച്വൽ ലോകത്താണ് ജീവിക്കുന്നത്. നമുക്കെല്ലാം ലോകത്തിൻ്റെ എവിടെ നിന്നും നമുക്ക് എന്തും കേൾക്കാനും പ്രാപിക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് എത്രത്തോളം ഇത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്ന്, അത്തരം 4ാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ ശേഷം ലോകത്തിന് പുതിയ ഇന്നൊവേഷൻസൊക്കെ കണ്ടുപിടിക്കുന്ന ഈ കാലഘട്ടത്ത് വിജ്ഞാനപരമായ വിസ്ഫോടനം എത്രത്തോളം ആവണം എന്നതിനെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മൾ ഏറ്റവും നല്ല ഈ കാലഘട്ടത്തിനനുസൃതമായി ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിയുന്ന നല്ല സോഷ്യൽ എഞ്ചിനീയേഴ്സ് നമുക്ക് ആവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ സോഷ്യൽ സയൻറ്റിസ്റ്റ് ഉണ്ടാവണം, നല്ല എക്കണോമിസ്റ്റ് ഉണ്ടാവണം, ഹിസ്റ്റോറിയൻസ് ഉണ്ടാവണം, അതുപോലെ നല്ല IT രംഗത്തും, അതുപോലെ മാത്രമല്ല നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റലായിട്ടുള്ള ബ്യൂറോക്രാറ്റിക് രംഗത്ത് ഒക്കെയും നമുക്ക് അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സാന്നിധ്യം അവിടെയൊക്കെ വരണം. അങ്ങനെ ഉണ്ടാവുന്ന ഒരു വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കുമ്പോൾ മാത്രമാണ് അതിന് വലിയ ഒരു ഗുണമുണ്ടാവുക അല്ലെങ്കിൽ ഫലമുണ്ടാവുക എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അൽഹുദ ഒരു ശ്രമം ഇവിടെ നടത്തുമ്പോൾ നമ്മുടെയൊക്കെ അതിന് കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ധാർമ്മികപരമായ ഉത്തരവാദിത്തമാണ്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഹാമിസൻ. ഒന്നുകിൽ നിങ്ങൾ പണ്ഡിതനാവുക, അല്ലെങ്കിൽ പഠിതാക്കളാവുക, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നവനാവുക, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നവനാവുക. 5ാമതൊരാളാവരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും ഒരു സോഷ്യൽ എൻറ്റിറ്റി എന്ന നിലക്ക് ഇവിടുത്തെ ഹസ്രാജി അടക്കമുള്ള MLA-യും എല്ലാവരും ഇതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സംഗമത്തിന് എൻ്റെ എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് ഇതിൻ്റെ കൂടെ എന്നും ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് എൻ്റെ എല്ലാവിധ ഭാവങ്ങൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.